വീണ്ടും സ്വാഗതം. ഇപ്പൊ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലേ ഡൽഗോണ കോഫി. ഇത് കണ്ടപ്പോൾ എനിക്കും ഒന്ന് ഉണ്ടാക്കണമെന്ന് തോന്നി. അപ്പൊ ഇത് നമുക്ക് പല രീതിക്ക് ഉണ്ടാക്കാം. അതിൽ ഒരു മെത്തേഡ് ഞാനിപ്പോൾ കാണിച്ചു തരാം. നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് അങ്ങോട്ട് ഉണ്ടാക്കാം അല്ലേ? എങ്ങനെയാണെന്ന് നോക്കാം. അത് കഴിഞ്ഞൊരു ഡ്രൈ ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ബ്രൂവിൻ്റെ ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുകയാണ്. ഒരു എന്താ കയ്പ്പ് മാറാൻ വേണ്ടിയിട്ടാണ് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തത്. 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിന് എടുക്കാം. നിങ്ങൾക്ക് കുറച്ച് മതി മധുരം എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ തന്നെ പഞ്ചസാര എടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിവിടെ ഒരു ബീറ്റർ ഉള്ളതുകൊണ്ട് ബീറ്റർ കൊണ്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ബീറ്ററിലാണെങ്കിൽ നമുക്കൊരു 3 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ല ക്രീമി ആയിട്ട് കിട്ടും. പെട്ടെന്ന് ഇതിന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. നമുക്ക് സ്പൂൺ വെച്ചിട്ട് ചെയ്യാൻ കേട്ടോ, പക്ഷെ സ്പൂൺ വെച്ചിട്ട് ഒരുപാട് നേരം ബീറ്റ് ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ നല്ല ഫ്ലഫി ആയിട്ട് വരത്തുള്ളൂ. ചെറുതായിട്ട് ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി, ബ്രൂവിൻ്റെ തന്നെ വേണമെന്നില്ല, ഇൻസ്റ്റൻറ്റ് കോഫി ഏത് വേണമെങ്കിലും നെസ്കഫയോ ഏത് വേണമെങ്കിലും എടുക്കാം. പക്ഷെ സാധാരണ കോഫി പൗഡറിൽ ഇതുപോലെ ബ്ലെൻഡായി വരത്തില്ല, ഒരു പെർഫെക്ഷൻ കിട്ടത്തുമില്ല. അതുകൊണ്ടാണ് ഇൻസ്റ്റൻറ്റ് കോഫി തന്നെ എടുക്കാൻ പറഞ്ഞത്. തരിതരിപ്പുള്ള കോഫി എടുക്കരുത് കേട്ടോ. ആ കളറൊക്കെ മാറി ഒരു വൈറ്റിഷ് കളറിൽ വന്നിട്ടുണ്ട്. വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റ് കളറിൽ വരും. നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. ഞാനൊരു ഗ്ലാസ്സിലേക്ക് ചൂട് പാലാണ് കേട്ടോ ഒഴിക്കുന്നത്. ചൂട് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഗ്ലാസിൻ്റെ ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കോഫി മിക്സ് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ, ഒരുപാട് ഇടണ്ട, കുറച്ച് മതി. ഒരുപാട് ഇട്ടാൽ നമുക്ക് കുടിക്കാൻ അത്ര ടേസ്റ്റ്, ഭയങ്കര കയ്പ്പ് വരും. നമ്മളിത് മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതല്ലേ, അതുകൊണ്ടാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമേ തന്നെ എൻ്റെ വീഡിയോ കാണുകയും ചെയ്യാം. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ പറയുന്നത് അവർക്കും കൂടി ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും റെസിപ്പീസ് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം, ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ.